സുബി അവിടെയുണ്ട് നാഥനായിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നിങ്ങളിതിൽ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ രേണുവിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ്, രേണു സുധിയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമുക്കൊരു എന്താ പറയുക, ഒരു റീച്ച് അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഇതായി നിൽക്കണമെങ്കിൽ, തിളങ്ങി നിൽക്കണമെങ്കിൽ, എന്താ പറയുക, എല്ലാവരും പറയുന്ന പോലെ തന്നെ കുറച്ച് എക്സ്പോസായിട്ട് അല്ലെങ്കിൽ ഹോട്ടായിട്ട് അഭിനയിച്ചാൽ മാത്രം മതി, ഏത് വിധേനയും അവർ മുൻപന്തിയിലെത്തും. ആ ഒരു രീതിക്കാണ് ഇപ്പോൾ രേണുവിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിസമ്മതിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ അത്രയും നാൾ ഭർത്താവ് ജീവിച്ചിരിക്കെ അത്രയും നാൾ നല്ല ഒതുങ്ങിക്കൂടി ഒരു ഇതുമില്ലാതെ നല്ല രീതിയിൽ വേഷവിധാനങ്ങളെല്ലാം ധരിച്ച് നല്ല രീതിയിൽ എല്ലാവരുടെയും മറിച്ച് നല്ല രീതിയിൽ നടന്നൊരു സ്ത്രീ പെട്ടെന്ന് ഭർത്താവ് മരിച്ച് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ശരീരമെല്ലാം പ്രദർശിപ്പിക്കുന്ന രീതിയിൽ അവിടെ കാണിക്കുന്നു, ഇവിടെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്തൊരു ഫോട്ടോഷൂട്ട് കണ്ടു. എന്താണ് ഇവിടെ മൊത്തം കാണുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ഫോട്ടോൻ്റെ വിഷുവിൻ്റെ എന്തോ ഒരു ഇതായിട്ടുള്ള ഒരു പ്രോഗ്രാമിനായിരുന്നു തോന്നുന്നു. അതിനൊരിത് കണ്ടു, ശരീരം പൂക്കളുടെ ആ ഭാഗമൊക്കെ കാണിച്ചിട്ട് അവിടെ ഇങ്ങനെ കൈവച്ച് കാണിക്കണോ കാണിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഇവിടെയും കാണിക്കുന്ന സമയത്തും മുടി വെച്ച് ഇങ്ങനെ മറയ്ക്കുന്ന ആ ഒരു ഇതായിരുന്നു. ഇവിടെ അതുപോലെ പൊക്കളും കാണിക്കുന്ന സമയത്ത് കൈവച്ച് ഇങ്ങനെ മറയ്ക്കുന്ന ആ ഒരു രീതി. എന്താ പറയുക, അത് താല്പര്യം ഇല്ലെങ്കിൽ, കാണിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ അത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കമൻറ്റുകളും ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. അറപ്പ് ഉളവാക്കുന്ന കമൻറ്റുകളാണെന്ന് തന്നെ പറയാം. ഒന്നോ രണ്ടോ കുറച്ച് പേരെന്തോ ആണ് രേണു സുധി എന്ന് പറയാൻ ശരിക്ക് എനിക്ക് നാണക്കേട് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് മാത്രം രേണു അധപ്പതിച്ച് പോയിരിക്കുകയാണെന്ന് തന്നെ പറയാം. എന്ത് തന്നെ രേണുവിനെ ന്യായീകരിച്ച ആളുകൾ വന്നാലും ഒരു ഭർത്താവ് ജീവിച്ചിരിക്കുക ഒരു രൂപം ഡ്രസ്സിങ്ങിനോ അതിനൊന്നും ഞാൻ പറയുന്നില്ല. അത് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ എന്തിനാണ് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ പുള്ളിക്കാരി ആ ഡ്രസ്സ് ഇന്ന ഡ്രസ്സ് ധരിക്കാം, പക്ഷേ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുമ്പോഴാണല്ലോ പലരും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് എന്ത് ഡ്രസ്സ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏത് ഡ്രസ്സ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അവിടെ ഇവിടെ കാണിക്കുന്ന രീതിയിലും എല്ലാവരുടെയും ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് കാണുമ്പോൾ ആരാണെങ്കിലും അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആളുകൾ. ഒരുപാട് രേണു നല്ല രീതിയിൽ നിന്നപ്പോൾ ഒരുപാട് ആളുകൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെ പോയതാണെങ്കിൽ ഇന്നും രേണു നല്ലൊരു പൊസിഷനിൽ തന്നെ, ഇപ്പോഴും പൊസിഷനിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞില്ല, ബാഡ് കമൻസിലൂടെ ബാഡ് ഇമേജിലൂടെയാണ് ഇപ്പോൾ രേണു സുധി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നല്ല ഇമേജിലൂടെയല്ല പുള്ളിക്കാരി പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് സുധി മരിച്ച സമയത്തും സുരേഷ് ഗോപി വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ലംഘിച്ചിരിക്കുകയെന്നാണ് തന്നെ പറയാം. എന്ത് പറഞ്ഞാലും സുധിച്ചേട്ടന് അത് ഇഷ്ടമാണ്. അവിടെയും ഇവിടെയും മറ്റുള്ള ആണുങ്ങളെ അവിടെയും ഇവിടെയും കാണിക്കുന്നതും അതുപോലെ എല്ലാവരും എക്സ്പോസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലും അതുപോലെ എന്താ പറയുക എല്ലാം തുറന്ന് കാണിക്കുന്ന രീതിയിൽ ഇതായിട്ട് കാണിക്കുന്ന പല ആണുങ്ങളും കാണുന്നതാണ്. അതും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിലിങ്ങനെയൊക്കെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്ന സമയത്ത് അതെല്ലാം സുധി ഇഷ്ടപ്പെടും എന്നാണ് രേണു പറയുന്നത്. അത് നിങ്ങൾ കമൻറ്റ് രൂപയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ. അത് രേണു ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് അറിയിക്കുക. എന്തായാലും സുരേഷ് ഗോപി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ശരി സാർ. ഒന്ന് വെട്ടിച്ചുരുക്കി ഒരു വീടിനുള്ള കാശ് അങ്ങനെ ഒരു എന്താ അങ്ങനെ ആവശ്യം ഒരുപക്ഷെ നമ്മൾ അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ നല്ല ഒരു തൊഴിലിൽ വരുമാനത്തോടെ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീക്കും അവർ കൊടുത്ത കുഞ്ഞുങ്ങൾക്കും ഒക്കെ താങ്ങായി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്താണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഒരുപക്ഷെ പുറം ലോകത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിനകത്തൊരു കലാകാര കുടുംബത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ആത്മാവിനെങ്കിലും സന്തോഷം പകരുന്ന രീതിയിൽ വലിയൊരു സമൂഹം മുന്നോട്ട് വന്ന് ഇത് സാധ്യമാക്കിയെങ്കിൽ എല്ലാവരെയും തല വണങ്ങി നമസ്കരിക്കാൻ മാത്രമേ ഹൃദയം അനുവദിക്കുക. ഇത് ലോകത്തിന് തന്നെ
കലാകാരന്മാരുടെ ലോകത്തിനല്ല, കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകമുണ്ട്. അവർക്കെല്ലാം വലിയ ഒരു സന്ദേശവും വലിയ ഹൃദ്യമായ ഒരു നടപടിയുടെ പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്നത്. സുധിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം എല്ലാവരുടെ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇത് വളർച്ചയുടെ ഒരു കൂരയായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പം രേണുവിന് എല്ലാവിധ ആശംസകളും സുരേഷ് ഗോപി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശരി. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തൊരു ഇൻ്റർവ്യൂ കാണാനിടയായി. അതിൽ എന്താ പറയുക, ഒരുപാട് അഹങ്കാരത്തോടുകൂടിയുള്ള സംസാരം ഉള്ളതുപോലെ തോന്നി രേണുവിന്. അപ്പോൾ സുധി എന്ന് പറയുന്നത് അങ്ങനെ അറിയപ്പെടുന്ന നടനോ അല്ലെങ്കിൽ അവാർഡ് വാങ്ങിച്ച നടനോ ഒന്നുമല്ല. പക്ഷേ സ്റ്റാർ മാജിക്കിലൂടെ എന്താണ് നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ 1-2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അല്ലാതെ വലിയ നടൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സുധിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ സുധി മരണപ്പെട്ടതിന് ശേഷം കുറച്ച് എല്ലാവർക്കും സഹതാപമാണ്. ആ ഒരു സഹതാപമാണ് രേണുവിലോട്ട് എല്ലാവർക്കും വരാൻ തുടങ്ങിയത്. അപ്പോൾ രേണു ആ ഒരു സഹതാപം മുതലാക്കുകയാണോ എന്നുള്ളത് വരെ രേണുവിൻ്റെ ആ സംസാരത്തിൽ നിന്നൊക്കെ ചില സമയത്തൊക്കെ തോന്നിപ്പോവാറുണ്ട്. അപ്പോൾ എന്തായാലും ആ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ രേണു പറയുന്നുണ്ട്. അതെന്തായാലും കണ്ടിട്ട് വരാം. അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അതൊന്ന് കണ്ടു നോക്കൂ. ണ്ടടാ സുധിച്ചേട്ടനെ പോലെ ഒരു വലിയൊരു കലാകാരന്റെ കൂടെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു 5 വർഷം ചുരുങ്ങി 6 വർഷം ആയിട്ടില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും ഒക്കെ കൂടെ ജീവിച്ചതാണ്. അപ്പം എന്താ പറയാ, അഭിനയത്തെപ്പറ്റി കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും ഓരോ കാര്യങ്ങൾ എനിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് പറഞ്ഞു തരുമായിരുന്നു. ഓട്ടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അതൊക്കെ കേട്ടും അതുപോലെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം. ഇപ്പം അദ്ദേഹം എന്തായാലും എനിക്ക് നമ്മള് ഹസ്ബൻഡിനെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇപ്പം അദ്ദേഹം എന്നെ വിട്ട് പിരിഞ്ഞപ്പോൾ അപ്പോൾ രേണു പറയുന്നത് സുധി ഭയങ്കര എന്തൊക്കെയോ സംഭവമൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് മാത്രം രേണു പറയുന്നത് പോലെ അത്രയ്ക്ക് മാത്രം സുധി സംഭവമൊന്നും ആയിരുന്നില്ല. എന്താ പറയുക, സുധി ജീവിച്ചിരിക്കുമ്പോൾ ആഗ്രഹിച്ചതാണ് എല്ലാവരുടെ മുമ്പിലും വലിയ ആളാവണം, നല്ല ഇതിലാവണം, വീട് വേണം, അങ്ങനെയുള്ളതൊക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങിയത് തന്നെ. അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടാനും അദ്ദേഹത്തെ ഒരു സഹതാപം, അത് സ്വാഭാവികമായിട്ടും ആ ഒരു സഹതാപം ഭാര്യയിലോട്ടും അതുപോലെ മക്കളിലോട്ടും പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സുധിയോട് എല്ലാവർക്കും രേണുവിനോട് എല്ലാവർക്കും ഒരു സഹതാപം തോന്നിയത്. കമൻസ് ഇങ്ങനെയാണ്: ഭർത്താവ് ഇല്ലാത്തവരൊക്കെ പിന്നെ തുണി അഴിക്കാൻ നിൽക്കുമല്ലേ പോടി, ഇവൾക്ക് ആദ്യം ഒരു വീട് വേണമായിരുന്നു, അത് കിട്ടി, കുറച്ച് കാശും കൂടി കിട്ടി, മക്കളുടെ പഠനവും സഹായത്താൽ കിട്ടി, ഇനി ഇവൾക്ക് നോ ടെൻഷൻ, അതുകൊണ്ട് എൻജോയ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒരാൾ അത് വേറൊരു കമൻറ്റ് ഇട്ടിരിക്കുന്നത്: ആരോട് പറയാൻ, ആര് കേൾക്കാൻ, സുധിയുടെ പേര് പോയി. സത്യമാണ്. ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സുധിയോട് ആളുകൾക്ക് സഹതാപം ഉണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി ഇങ്ങനെയുള്ള ഒരു ഇത് വരുന്ന സമയത്ത് സുധിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് കേൾക്കാൻ തന്നെ ഒരു ഇതുണ്ടാവില്ല. അങ്ങനെയാണ്. അഭിനയിച്ചോട്ടെ, അതൊക്കെ അവനവൻ്റെ ചോയ്സാണ്, ബട്ട് ഡ്രസ്സിങ് മോശമായി വരുന്നു, അതൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഡ്രസ്സിങ് ഭയങ്കര മോശമായിട്ടാണ് പുള്ളിക്കാരൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ. അപ്പോൾ ഞാനും അതിനോടാണ് വിയോജിപ്പ് ഇതാകുന്നത്. പുള്ളിക്കാരി എന്തെങ്കിലും അഭിനയിക്കുന്നതിനോടോ എന്തെങ്കിലും ഇതാകുന്നതിനോടോ ഒന്നും എനിക്ക് വിയോജിപ്പില്ല. അതെന്തോ അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഡ്രസ്സിങ്ങും അതുപോലെ അവനവൻ്റെ ഇഷ്ടമാണെന്ന് ഇങ്ങനെയുള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് കേട്ടിരിക്കുന്നവരാരും വെറുതെ ഇരിക്കില്ല. എന്താ ചോദിച്ചാൽ എല്ലാവരുടെ സഹായത്താലാണ് ഒരു വീട് പുള്ളിക്കാരിക്ക് കിട്ടിയത്. അപ്പം അവരുടെ ഇഷ്ടങ്ങളും കുറച്ചൊക്കെ നോക്കണം. നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകളുടെ ഇതും കുറച്ചൊക്കെ നോക്കണം. അപ്പോൾ ഈ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാടുണ്ട്. അത് ഇവളുടെ ശരീരം കണ്ട് രസിക്കുന്നവരായിരിക്കും. ഭർത്താവ് മരിച്ചതിന് ശേഷം എല്ലാവരും പ്രദർശിപ്പിച്ച് ആണുങ്ങളെ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഡ്രസ്സ് ഇട്ടിട്ട് അതിനോട് എനിക്ക് എന്തായാലും ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഡ്രസ്സിങ് ഭയങ്കര മോശമായിട്ടാണ് പുള്ളിക്കാരുടെ ഓരോ ഷൂട്ടും ഓരോ ഇതും വരുന്ന സമയത്ത് ഓരോ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് പുള്ളിക്കാരി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ റീൽസിൽ എല്ലായിടത്തും നോക്കുമ്പോൾ കാണാം. ഒന്നില്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ താഴെ കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലാണ്. അപ്പോൾ എന്നിട്ട് മറയ്ക്കുന്ന രീതിയിലൊക്കെ കാണുമ്പോൾ അത് നമുക്ക് തന്നെ, കാണുന്ന സ്ത്രീകളായ നമുക്ക് തന്നെ ഒരു അരോചകമാണ് അതൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.